प्यारे बच्चों, welcome to the new session of Hindi class. How are you, my dears? I hope all are fine. Okay, at the last class we finished our 6th chapter, isn't it? Varghese Kurian Ekadrishta, that chapter we finished. Now we want to check data activities plus answer orally and the meaning of question answer. Okay, so shall we start? Okay dears, first one आंसर ओनली देखिए. फर्स्ट क्वेश्चन, डॉक्टर वर्गीस कुरियन किस नाम से मशहूर है? बिफोर दैट आंसर ओनली राइट इन टेक्स्ट बुक, नो नीड टू राइट इन नोटबुक. ഓക്കെ, ഡോക്ടർ വർഗീസ് കുര്യൻ കിസ് നാം സെ മഷഹൂർ ഹെ? ഏത് പേരിലാണ് ഡോക്ടർ വർഗീസ് കുര്യൻ പ്രസിദ്ധനായത്? ഏത് പേരിലാണ്? डॉक्टर वर्गीस कुरियन श्वेत क्रांति के जनक और मिल्कमैन के नाम से मशहूर है. ധവള വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ പിതാവ്, അതുപോലെ മിൽക്ക് മാൻ എന്നീ രണ്ട് പേരുകളിലാണ് അദ്ദേഹം ഫേമസ് ആയത്. മനസ്സിലായല്ലോ? സോ നെക്സ്റ്റ് വൺ, डॉक्टर कुरियन को भारत सरकार की ओर से क्या करने के लिए छात्रवृत्ति प्राप्त हुई? എന്തിനാണ് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചത് എന്നുള്ളതാണ്. ओके, छात्रवृत्ति मीन्स स्कॉलरशिप. सो डॉक्टर कुरियन को भारत सरकार की ओर से अमेरिका में विशेष प्रशिक्षण प्राप्त करने के लिए छात्रवृत्ति मिली. അമേരിക്കയിൽ പോയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, സ്പെഷ്യൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ് അദ്ദേഹത്തിന് ഭാരത് സർക്കാർ നൽകിയത്. ഓക്കെ, സോ ചിൽഡ്രൻ, തേർഡ് വൺ, അമേരിക്ക से लौटकर उन्हें क्या करने का मौका मिला? അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. സോ അമേരിക്ക से लौटकर उन्हें गुजरात के आनंद स्थित सरकारी क्रीमरी में काम करने का मौका मिला. ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ക്രീമറിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മൗക്ക മീൻസ് അവസരമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ത്രിഭുവൻ ദാസ് പട്ടേൽ കോൻ थे? ത്രിഭുവൻ ദാസ് പട്ടേൽ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ത്രിഭുവൻ ദാസ് പട്ടേൽ കേഡ ജില്ല दुग्ध उत्पादक संघ लिमिटेड का कार्यरत थे. वे गेड़ा जिले के किसानों के सुधार कार्य में लगे हुए थे. അദ്ദേഹം എന്താ പറയുക, കേഡ ജില്ലയിലെ കർഷകരുടെ എന്താ പറയുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച മഹത് വ്യക്തിയാണ് ആര്? ത്രിഭുവൻ ദാസ് പട്ടേൽ. കൂടാതെ പാൽ ഉൽപാദന സംഘ ലിമിറ്റഡിൻ്റെ, പാല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന സംഘത്തിൻ്റെ ആരുമായിരുന്നു? മുഖ്യ പ്രവർത്തകനും കൂടി ആയിരുന്നു. ആര്? ത്രിഭുവൻ ദാസ് പട്ടേൽ. ത്രിഭുവൻ ദാസ് പട്ടേൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, डॉक्टर कुरियन को सामाजिक नेतृत्व के लिए कौन से पुरस्कार प्राप्त हुए? അദ്ദേഹത്തിന് സാമാജിക നേതൃത്വത്തിന് വേണ്ടി ഏതെല്ലാം പുരസ്കാരമാണ് ലഭിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ डॉक्टर कुरियन को सामाजिक नेतृत्व के लिए रमन मैग्सेसे और कार्नेगी वर्ल्ड पीस पुरस्कार प्राप्त हुआ. ओके, नेतृत्व दैट इज ए मलयालम वर्ड, यू नो, नेतृत्वम. ओके, डॉक्टर कुरियन को सामाजिक नेतृत्व के लिए रमन मैग्सेसे और कार्नेगी वर्ल्ड पीस पुरस्कार प्राप्त हुआ. ओके चिल्ड्रन, नेक्स्ट वन, प्रश्नों के उत्तर लिखें. ओके चिल्ड्रन, प्रश्नों के उत्तर लिखें. डॉक्टर कुरियन के प्रयत्न से भारत की स्थिति में क्या परिवर्तन हुआ? ഡോക്ടർ കുര്യൻ്റെ പ്രയത്നം കൊണ്ട് ഭാരതത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, ഡോക്ടർ കുര്യൻ കെ പരിശ്രം സെ दूध की कमी वाला भारत दुनिया के सबसे अधिक उत्पादक देशों में गिना गया. അതായത് പാൽ ഉൽപാദനത്തിൽ പുറകെ നിന്നിരുന്ന നമ്മുടെ രാഷ്ട്രം പാൽ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് എത്തി. എങ്ങനെ? ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, त्रिभुवन दास पटेल के साथ मिलकर कुरियन ने किसानों की भलाई कैसे की? കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ത്രിഭുവൻ ദാസ് പട്ടേലിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഡോക്ടർ കുര്യൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ത്രിഭുവൻ ദാസ് പട്ടേൽ കെ സാത്ത് മിൽക്കർ, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് കുര്യൻ അമുൽ ഡയറിക്ക് സ്ഥാപനമാക്കി. അമുൽ ഡയറിയുടെ
സ്ഥാപിച്ചു, അമൂൽ ഡയറി സ്ഥാപിച്ചു. ഇസ്മേ കിസാനോ സെ ഉചിത മൂല്യ പർ ദൂത് ലിയാ ജാതാ താ. അങ്ങനെ ഇത് മുഖേന കർഷകർക്ക് പാലിന് അതിൻ്റെ യഥാർത്ഥ വില ലഭിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ. डॉक्टर कुरियन ने अमूल के विकास के लिए ऋण कहाँ से और कैसे प्राप्त किया? എവിടുന്നാണ് അമുൽ ഫാക്ടറിൻ്റെ വികസനത്തിന് വേണ്ടി ഇദ്ദേഹത്തിന് പണം ലഭിച്ചത്, എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്കറിയാം. വേൾഡ് ബാങ്കിൽ നിന്നാണ് കടം ലഭിച്ചത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് അടുത്ത് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ. നമ്മൾ ആ പാടെടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഡോക്ടർ കുര്യൻ ने अमूल के विकास के लिए वर्ल्ड बैंक से प्राप्त किया. ऋण മീൻസ് കടമാണ് കേട്ടോ. കടം എവിടെ നിന്നാണ് ലഭിച്ചത്? വേൾഡ് ബാങ്കിൽ നിന്നാണ് കടം ലഭിച്ചത്. ഓക്കെ, വേൾഡ് ബാങ്ക് അധ്യക്ഷ ജബ് ഭാരത് ആയേ തോ, എപ്പോഴാണോ വേൾഡ് ബാങ്കിൻ്റെ അധ്യക്ഷൻ ഭാരതത്തിൽ വന്നത് അപ്പോൾ ഡോക്ടർ കുര്യൻ ने उनसे मिलकर ऋण प्राप्त किया. അപ്പോഴാണ് കുര്യൻ അദ്ദേഹത്തെ കാണുകയും കടത്തിന് വേണ്ടി അപേക്ഷിച്ച് കടം ലഭിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓപ്പറേഷൻ ഫ്ലഡ് യാ ശ്വേതക്രാന്തി के 3 चरण क्या थे? ഓപ്പറേഷൻ ഫ്ലഡിന് 3 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതെല്ലാമാണ് ആ 3 സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. ചരൺ മീൻസ് സ്റ്റെപ്സ് ആണ് കേട്ടോ. ഏതൊക്കെയാ? ഓപ്പറേഷൻ ഫ്ലഡ് 3 ചരണോമേ പൂരാ കിയാ ഗയാ. 3 സ്റ്റെപ്സിലൂടെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് പൂർത്തിയായത്. ദൂത് കാ പൗഡർ ബനാന. ഫസ്റ്റ് വൺ പാൽപ്പൊടി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് കൈ ഔർ പ്രകാർ കി ഡയറി ഉൽപാദകോങ്കോ നികാൽന. വീണ്ടും ഒരുപാട് ഉൽപാദകരെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഒരുപാട് പാല് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് മീൻസ് പശുക്കളെയും മറ്റുമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ പശുവോ കെ സ്വാസ്ഥ്യ പർ ധ്യാൻ കേന്ദ്രിത് കർണ. പശുക്കളുടെ ആരോഗ്യത്തിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പാൽപ്പൊടി നിർമ്മിക്കുക, പിന്നെ രണ്ടാമത്തേത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ ഉൽപ്പാദകരെ സൃഷ്ടിക്കുക, പാലുൽപാദകരെ സൃഷ്ടിക്കുക, അതുപോലെ കർഷകരെയാണ് ഉദ്ദേശിക്കുന്നത്. 3ാമത്തേത് പശുവിൻ്റെ സ്വാസ്ഥ്യ പർ ധ്യാൻ കേന്ദ്രിത് കർണ. പശുക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് 3 ചരണം എന്ന് പറയുന്നത്. फिफ्थ वन. फिल्म ममदन के निर्माण में डॉक्टर कुरियन ने क्या योगदान दिया और क्यों? മംദൻ എന്ന് പറയുന്ന ഒരു ഫിലിം നിർമ്മിച്ചു എന്ന് പറഞ്ഞു അല്ലേ? പാലും അതിനെക്കുറിച്ചുള്ള എന്താ പറയുക ഡീറ്റെയിൽസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മംദൻ എന്ന് പറയുന്ന ഒരു ഫിലിം നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ ആൻസർ. फिल्म ममदन के लिए डॉक्टर कुरियन ने किसानों से 2 रुपये का टोकन लेकर फिल्म बनाने में सहयोग के लिए आग्रह किया. കർഷകരിൽ നിന്ന് 2 രൂപയുടെ ടോക്കൺ ഈടാക്കിക്കൊണ്ട് ഫിലിം നിർമ്മിക്കാനുള്ള ഒരു റിക്വസ്റ്റ് അദ്ദേഹം നടത്തി. ഉൻകെ പ്രയത്നസെ ഫിലിം ബൻ പായി അവർ സഫൽ ഹുയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ കർഷകരുടെയും പ്രയത്നത്തിലൂടെ സിനിമ വിജയിക്കുകയാണ് ഉണ്ടായത് അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ പറയാനുള്ളത്. ഇനി ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, നോക്കാം.